ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. നമുക്കറിയാം, മൂസ അലൈഹിസ്സലാമിന്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് മുസ്ലിം ഉമ്മത്ത് കടന്നു പോകുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖസസിന്റെ ആരംഭത്തിൽ ഫറോവയുടെ സമൂഹത്തിനെതിരെ, വിശേഷിച്ചും വിശ്വാസികൾക്കെതിരെ ഉണ്ടായിരുന്ന അവസ്ഥയെ വിശദീകരിക്കുന്നുണ്ട്. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്. ഫിർഔൻ ഭൂമിയിൽ ഞാനാണ് ഉയർന്നവൻ എന്ന മികവ് നടിച്ചു നടന്നു. വജഅല അഹ്ലഹ ശിയഅൻ. ആ പ്രദേശത്തുള്ള മനുഷ്യരെയൊക്കെ അയാൾ വ്യത്യസ്ത കക്ഷികളാക്കി. വല്ലാത്ത പ്രയാസമായിരുന്നു പിന്നീട് അങ്ങോട്ട് നമുക്കറിയാമുണ്ടായത്. യസ്തദഇഫു ത്വാഇഫത മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹും. ഇസ്രായേൽ വംശത്തെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവരിൽ ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ ജീവനോടുകൂടി അറുത്ത് കളയുകയും പെൺകുട്ടികൾക്ക് മാത്രം ജീവിക്കാൻ അവകാശവും നൽകുകയും ചെയ്ത ഒരു മനുഷ്യൻ. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. അല്ലാഹു പറയുന്നത് അവൻ തീർച്ചയായും കുഴപ്പക്കാരിൽപ്പെട്ടവൻ തന്നെയാണ്. സത്യത്തിൽ മുസ്ലിം സമൂഹം ഇന്ന് അനുഭവിക്കുന്നത് ഫറോവയുടെ കാലഘട്ടത്തിൽ സമൂഹം അനുഭവിച്ചിരുന്ന അതേ അവസ്ഥയാണ് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. എന്തുകൊണ്ടാണ് അത്തരമൊരവസ്ഥ നമുക്ക് വന്നു ചേർന്നിട്ടുള്ളത്? എന്തുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാമിന് കിട്ടിയതുപോലെയുള്ള ഒരു തുറസ് നമുക്ക് കിട്ടാതെ പോകുന്നത്? പ്രതിസന്ധികളുടെ മുമ്പിൽ തളരുകയല്ല മൂസാ നബി ചെയ്തത്. അദ്ദേഹത്തിന് മുമ്പിൽ കടൽ പിളർന്ന് വഴി തുറന്നു. എന്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ അത്തരമൊരു വഴി തുറക്കുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? അതേ അവസ്ഥയല്ലേ ഇന്ന് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട് മാത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, മുസ്ലിമാണെന്ന് ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നത് പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. പള്ളികൾ തകർക്കപ്പെടുന്നു. മുസ്ലിങ്ങളാണെന്നതിൻ്റെ പേരിൽ മാത്രം വേട്ടയാടപ്പെടുന്നു. ഒരുപാട് മുസ്ലിങ്ങൾ ഇന്ന് ജയിലറക്കുള്ളിലാണ്. വിചാരണ പോലുമില്ലാതെ തടവുകാരായി കഴിയുകയാണ്. ഒരു വല്ലാത്ത ദുരവസ്ഥ. നമ്മൾ ആലോചിക്കണ്ടേ, എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധികൾ? എന്തുകൊണ്ട് തടസ്സങ്ങളുടെ മേൽ തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് ഒരാശ്വാസം എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് മൂസ അലൈഹിസ്സലാമിന്റെ മുമ്പിൽ കടല് പിളർന്ന് അദ്ദേഹത്തിന് അള്ളാഹു ആശ്വാസം നൽകിയതുപോലെ നമുക്ക് എന്തുകൊണ്ട് അത്തരം ഒരു ആശ്വാസം ലഭിക്കുന്നില്ല? നമ്മൾ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. കടലെന്ന് പറയുമ്പോൾ ഒരു സിമ്പിളായി മാത്രം പറയുകയല്ല ഞാൻ. വാർത്തകളിൽ ഇടം പിടിക്കാത്ത ഒരുപാട് സത്യങ്ങളുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ, കേരളത്തിൽ പ്രത്യേകിച്ചും ജോലി ചെയ്തിരുന്ന മനുഷ്യന്മാരെ ഇപ്പം അവിടെ കാണാനില്ല. ആളുകൾ പറഞ്ഞിരുന്നത് അവർ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ വേണ്ടി പോയതാണെന്നാണ്. മഹാഭൂരിപക്ഷവും തിരിച്ചു വന്നിട്ടില്ല. പള്ളികളിൽ അനുഷ്ഠിച്ചിരുന്ന പല ഇമാമുമാരും തിരിച്ചു വന്നിട്ടില്ല.
എവിടെയാണ് അവരെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. എവിടെയാണ് അവര് എന്ന്. പേടിപ്പെടുത്തുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. ഞാൻ പറയുന്നത് വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് ഓർമ്മിപ്പിക്കാനാണ്. എന്തായിരുന്നുവോ ഇസ്രായേൽ സമൂഹം ഫറോവയിൽ നിന്ന് നേരിട്ടത്, അതേ ഒരവസ്ഥ, ദുരവസ്ഥ മുസ്ലിം ഉമ്മത്ത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും നമ്മുടെ മുമ്പിൽ ഒരു ഓപ്പണിംഗ് വരാത്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഉമ്മത്ത് ബലഹീനമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും ബലഹീനമാവുകയാണ്. നമ്മുടെ എതിരാളികൾ, നമ്മളെ ശത്രുക്കൾ എന്ന് വിളിക്കേണ്ട എതിരാളികൾ, നമ്മളെ എതിരാളികളായി കാണുന്നവർ, അവർ പ്രബലന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. ഉപരോധങ്ങളും പ്രതിസന്ധികളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവിയെക്കുറിച്ചുള്ള ഭയവും ഉത്കണ്ഠയും നമ്മുടെ ഉള്ളിൽ, പ്രത്യേകിച്ചും അത്തരം സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരുടെ ഉള്ളിൽ, അത്തരം സാഹചര്യങ്ങളുടെ നേർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തേ ഒരു വഴി തുറക്കാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ അവസ്ഥ ഇത് ഇങ്ങനെയായി പോകുന്നത്? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നോമ്പ് നോറ്റതുകൊണ്ടോ, ചരിത്രം പറഞ്ഞതുകൊണ്ടോ, മൂസാ അലൈഹി ഇസ്ലാമും സമൂഹവും രക്ഷപ്പെട്ട കഥ പറഞ്ഞതുകൊണ്ടോ, ഫിറഔനെ മുക്കിക്കൊന്ന കഥ പറഞ്ഞതുകൊണ്ടോ നമ്മളാരും രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട. നമുക്ക് ആ കടലിന്റെ തീരത്തേക്ക് ഒന്ന് സഞ്ചരിക്കേണ്ടതുണ്ട്. എന്തായിരുന്നു അന്ന് ആ കടലിന്റെ തീരത്ത് സംഭവിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി ആ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കടലിന്റെ തീരത്ത് എന്താ സംഭവിച്ചത്? വല്ലാത്തൊരു സംഭവമായിരുന്നു അവിടെ ഉണ്ടായത്. ഫലമ്മാ തറ അൽ ജംആൻ, രണ്ട് സംഘവും അവിടെ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ മൂസയുടെ കൂടെയുള്ളവർ പറഞ്ഞുപോയി, ഇതാ നമ്മൾ പിടിക്കപ്പെട്ടു എന്ന്. നമുക്കറിയാം ആ അവസ്ഥ എന്തായിരുന്നു എന്ന്. രക്ഷപ്പെടുക എന്നത് മനുഷ്യജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ അസംഭവ്യമായ ഒരവസ്ഥ. സമുദ്രമാണ് മുമ്പിൽ, പിന്നിൽ ഫറോവയും ശക്തിയുള്ള സംഘവുമാണ്. മൂസാ നബിയുടെയും സമൂഹത്തിന്റെയും കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. അവർക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗവുമില്ല. എന്തായിരുന്നു ആ കടൽ തീരത്ത് സംഭവിച്ചത്? ആ കടൽ തീരത്ത് ഒരു വലിയ ശബ്ദം ഉയർന്നു. ആ ശബ്ദം ഇങ്ങനെയായിരുന്നു, ഖല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല എന്ന് പറയാനുള്ള ശക്തി എവിടെ നിന്നാണ് മൂസാ അലൈഹിസ്സലാമിന് കിട്ടിയത്? എത്ര ഉച്ചത്തിലായിരിക്കും ആ ഇല്ല എന്ന ശബ്ദം മുഴങ്ങിയത്? പറഞ്ഞു നിർത്തുകയല്ല ചെയ്തത്. വീണ്ടും പറഞ്ഞു, ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ തീർച്ചയായും എന്റെ റബ്ബുണ്ട് എന്ന്. റബ്ബ് എന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞത്. റബ്ബ് എന്റെ കൂടെയുണ്ട്. ആലോചിച്ച് നോക്കൂ. അവിടെയും നിർത്തിയില്ല അദ്ദേഹം. മൂന്നാമത്തെ ഒരു വാചകം പറഞ്ഞത് സയ്യഹ്ദീൻ, ആ റബ്ബ് എന്റെ മുമ്പിൽ ഒരു വഴി തുറക്കും എന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇത് മൂസാ അലൈഹിസ്സലാം പറയുമ്പോ അദ്ദേഹത്തിന്റെ ഉള്ളിൽ
അവിടെ സംഭവിച്ച ഒരു വഴിയെക്കുറിച്ച് വല്ല ചിന്തയും ഉണ്ടായിരുന്നു, വല്ല ഉണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ മനോമുഖരത്തിൽ തന്റെ മുമ്പിൽ ആർത്തലച്ചു നിൽക്കുന്ന തിരമാലകളുള്ള ആ കടലിൽ പിളരുമെന്ന് അദ്ദേഹം ഊഹിച്ചിരുന്നു? ഇല്ല, ഒരിക്കലുമില്ല. എന്നിട്ടും എവിടുന്ന് കിട്ടി അങ്ങനൊരു വാക്ക്, ഈ 3 വാക്കുകൾ പറയാനുള്ള ആത്മധൈര്യം? കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തൊരു വലിയ വിഭാഗം ആളുകൾ ഇന്നൊരു കടലിന്റെ തീരത്താണ്. നിങ്ങൾ അറിഞ്ഞോ എന്നെനിക്കറിയില്ല. ഒരു ഭാഗം കടലും മറുഭാഗം വലിയ കമ്പിവേലികളുമാണ്. തിരിച്ച് കരപ്രദേശത്തേക്ക് വരാൻ ആ കമ്പിവേലികൾ അവർക്ക് തടസ്സമാണ്. മുമ്പിലാണെങ്കിൽ തട്ടഹസിച്ച് നിൽക്കുന്ന കടലാണ്. ആ കടലിൽ പോയി ചത്തോ എന്ന് തന്നെയാണ് അവിടെ കൊണ്ടുപോയിട്ട് അവർ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, എന്തുകൊണ്ട് ആ സമൂഹത്തിന് മുമ്പിൽ ആ കടലൊന്ന് പിളരുന്നില്ല? ചരിത്രം നമ്മൾ പറഞ്ഞാൽ പോരല്ലോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള പ്രതിസന്ധികളും വരാറുണ്ട്, ബുദ്ധിമുട്ടുകളും വരാറുണ്ട്. നമ്മൾ ആലോചിക്കണം, ആ സമയത്ത് നമ്മുടെ മനോഗതി എന്താണ്? ഈ 3 വാക്കുകൾ പറയാൻ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എന്ത് സാധിച്ചു മൂസാ അലൈഹിസ്സലാമിന്? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം, അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നതിന്റെ ഒന്നാമത്തെ ഉത്തരം, അദ്ദേഹം പ്രശ്നത്തെയല്ല അഭിസംബോധന ചെയ്തത്. അദ്ദേഹത്തിന് അപ്പോഴുണ്ടായ ആ പ്രശ്ന സങ്കീർണമായ അവസ്ഥയല്ല അദ്ദേഹം നോക്കിയത്, മറിച്ച് അദ്ദേഹം നോക്കിയത് അള്ളാഹുവിലേക്കായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ വാക്ക് പറയാൻ കഴിഞ്ഞത്, ഇന്ന മഅയ റബ്ബി. അദ്ദേഹം പറഞ്ഞത് ആ സമൂഹത്തോട്, ഇന്നാല മുദ്റക്കൂൻ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായ അദ്ദേഹത്തിന്റെ അനുയായികളാണ്. നമ്മളിതാ പിടികൂടപ്പെടുന്നു എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല, ഭയപ്പെടണ്ട, ഒരു പരിഹാരം ഇപ്പോൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം അതല്ല പറഞ്ഞത്. നമ്മുടെ ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടുമെന്നല്ല പറഞ്ഞത്, മറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്ക് ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ എന്നാണ്. പറയാൻ സാധിച്ചു എന്നതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ മനസ്സിലാക്കണം. മൂസാ അലൈഹിസ്സലാം നോക്കിയത് റബ്ബിലേക്കാണ്. മൂസാ അലൈഹിസ്സലാം നോക്കിയത് പ്രശ്നങ്ങളിലേക്കല്ല. നമ്മളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് റബ്ബിലേക്കല്ല, നമ്മുടെ പ്രശ്നത്തിലേക്കാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. നോക്കേണ്ടത് എവിടേക്ക്, കാണേണ്ടത് എന്ത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കേണ്ടതും കാണേണ്ടതും പ്രശ്നങ്ങളെയല്ല, പ്രതിസന്ധികളെയല്ല, മറിച്ച് റബ്ബ് നമ്മുടെ മുമ്പിൽ കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പ്രശ്നം സഹോദരങ്ങളെ, നമ്മളിന്ന് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും റബ്ബിനെയല്ല. നമ്മൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് റബ്ബുണ്ടാക്കിയ ചില കാരണങ്ങളെയാണ്. ആ കാരണങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്തുമെന്നാണ് നമ്മുടെ ധാരണ. നമ്മൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ഏതോ ചില രാഷ്ട്രീയ ശക്തികളെയും കൊടികളെയും ഒക്കെയാണ്. ആ രാഷ്ട്രീയ ശക്തികളും കൊടികളും നമ്മളെ രക്ഷപ്പെടുത്തുമെന്നാണ് നമ്മുടെ ധാരണ. നമ്മൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ചില ഭൗതിക ശക്തികളെയാണ്. ആ ഭൗതിക ശക്തികൾ നമ്മെ രക്ഷപ്പെടുത്തും, സംരക്ഷിക്കുമെന്നാണ് നാം വിചാരിച്ചു വെച്ചിട്ടുള്ളത്. നാം ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യരെയാണ്, ജനങ്ങളെയാണ്. ആ ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നാണ് നമ്മുടെ ധാരണ. നമ്മൾ മറന്നു പോകുന്നു എന്ത്? നമുക്കുള്ള ഓപ്പണിംഗ്
നമുക്കുള്ള പരിഹാരം, നമുക്കുള്ള ആശ്രയം അള്ളാഹുവിന്റെ കൈകളിലാണ്, അള്ളാഹുവിലാണ് എന്നത് നമ്മൾ വിസ്മരിച്ചു പോയി. എന്താണോ മൂസ അലൈഹിസ്സലാം അവിടെ പറഞ്ഞ വാക്ക്, ആ വാക്ക് മൂസ അലൈഹിസ്സലാമിന് തന്റെ ഈമാനിൽ നിന്ന് കിട്ടിയൊരു വികാരത്തിന്റെ വാക്കായിരുന്നു. അത് ഇന്ന മഅയ റബ്ബി എന്ന് പറഞ്ഞ് ആ റബ്ബിലെല്ലാം ഏൽപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഈമാൻ. മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി സഹോദരങ്ങളെ വിശ്വാസമാണ്, ഈമാൻ. വിശ്വാസം എന്ന് പറയരുത് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈമാനാണ് നമ്മുടെ ശക്തി. ഈമാൻ നമുക്ക് അന്ന് തരേണ്ടതാണ്, നിർഭയത്വം തരേണ്ടതാണ്. ആ ഈമാനിനൊരു ആത്മാവുണ്ട്. ഈമാൻ ഒരു മനുഷ്യ ശരീരത്തോട് നിങ്ങൾ ഉപമിച്ചാൽ ആ ഈമാനിനൊരു ആത്മാവുണ്ട്. ഈമാനിന് ജീവൻ നൽകുന്നതാണല്ലോ, മനുഷ്യരീരത്തിന് ജീവൻ നൽകുന്നതാണല്ലോ ആത്മാവ്. ആ ആത്മാവാണ് തവക്കുൽ എന്ന് പറയുന്നത്. അതായിരുന്നു മൂസാ നബി അലൈഹിസ്സലാമിന് കിട്ടിയിരുന്നത്. ആ തവക്കുലാണ് ഈമാൻ എന്ന ശരീരത്തിന് ജീവൻ നൽകുന്നത്. ആ ശരീരം ഈ ഈമാൻ എന്ന ആത്മാവിന്റെ കൂടെ പറക്കും. ആ പറക്കാൻ വേണ്ടി അതിന് എനർജി നൽകുന്ന അതിന്റെ ചിറകുകളാണ്, മനുഷ്യന്റെ ചിറകുകളാണ്, അല്ലെങ്കിൽ ഇന്ധനമാണ് ദുആ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നമുക്ക് കിട്ടേണ്ടത് എന്താണ്? സത്യത്തിൽ നമ്മളത് പലപ്പോഴും നമ്മളെ മനസ്സിലാക്കിയില്ല. വിശ്വാസികളെ കുറിച്ച് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വാചകമുണ്ട്. അത് വിശ്വാസിയുടെ ഉദാഹരണം കമസലിൽ ജബൽ എന്നാണ്, ഒരു പർവ്വതത്തിന്റെ ഉദാഹരണമാണ്. അദ്ദേഹം പറയുന്നത്, പർവ്വതത്തിന് അൽ ജബലു ലഹു അർബഉ അലാമാത്ത്, 4 അടയാളങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് അന്നഹു ലാ യുദീബുൽ ഹർ, ഒരിക്കലും പർവ്വതത്തെ ചൂട് ഉരുക്കിക്കളയുകയില്ല. വിശ്വാസിയുടെ ഉദാഹരണമാണ് പറയുന്നത്. ഓർക്കണം, നമ്മളെ പർവ്വതം കണക്കെയാണ് വിശ്വാസി. ഈമാൻ അതാണ് നമുക്ക് നൽകേണ്ടത്. ചൂട് പർവ്വതത്തെ ഉരുക്കിക്കളയുകയില്ല. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, ലാ യജ്മദു, തണുപ്പ് അതിനെ മരവിപ്പിക്കുകയില്ല. എവിടെയും കേട്ടോ തണുപ്പ് വന്നിട്ട് ഒരു പർവ്വതം മരവിച്ചത്? സംഭവിക്കുകയില്ല. മൂന്നാമത്തേത് ലാ തുഹർരികുഹു റീഹ്, കാറ്റ് അതിനെ ആടി ഉലക്കുകയില്ല. ഒരു പർവ്വതത്തെ ആടി ഉലക്കാൻ കാറ്റിന് സത്യമല്ല. നാലാമത്തേത് ലാ യുദ്ഹിബുഹു സൈൽ, ഒരു വലിയ വെള്ളപ്പൊക്കം വന്നാൽ ഒരിക്കലും പർവ്വതത്തെ അത് ഒഴുക്കിക്കളയുകയില്ല. ഇതാണ് ഒരു മുഅ്മിനിന്റെ അടയാളം എന്ന് പറയുന്നത്. ഉദാഹരണം, ഉപമ അതാണ് മൂസാ അലൈഹിസ്സലാം. അതുകൊണ്ടാണ് അവിടെ അത് സംഭവിച്ചത്. ആ തവക്കുലിന്റെ ശക്തിയാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു എന്ന് നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. ഒരാൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്താൽ അവൻ അല്ലാഹു മതി എന്ന് നമ്മൾ ഓതാറുണ്ട്, പഠിച്ചിട്ടുണ്ട്, പറയാറുമുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും ഫഹുവ ഹസ്ബുഹു എന്ന അവസ്ഥ നമ്മിലുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മൾ അറിയണം സഹോദരങ്ങളെ, നാം നോക്കുന്നത് അള്ളാഹുവിലേക്കാണെങ്കിൽ അള്ളാഹുവിലേക്കുള്ള ആ നോട്ടമാണ് തവക്കുൽ എന്ന് പറയുന്നത്. നാം നോക്കുന്നത് ആ അള്ളാഹുവിലേക്കാണെങ്കിൽ കരകളെതിരായാൽ കടൽ നമ്മളെ സഹായിക്കും. ഒരു സംശയമാർക്കും വേണ്ട. ഭൂമിയിലെ മുഴുവൻ കവാടങ്ങളും നമ്മുടെ മുമ്പിൽ അടഞ്ഞുപോയാൽ ആകാശത്തെ കവാടങ്ങൾ തുറക്കപ്പെടും. ഒരു സംശയവും വേണ്ട. നമ്മൾ അറിയണം, നമ്മൾ ഈ പറയുന്ന പ്രവിശാലമായ പ്രപഞ്ചത്തെക്കാൾ പ്രപഞ്ചനാഥനാണ് വലുത് എന്ന ബോധം നമുക്കുണ്ടാകണം. ഇന്നല്ലാഹ വാസിഉൻ അലീം എന്ന് നമ്മൾ പറയാറുണ്ട്. പ്രപഞ്ചമല്ല വിശാലം, മറിച്ച് പ്രപഞ്ചനാഥനാണ് വിശാലം. അതുകൊണ്ട് നമ്മൾ അറിയണം സഹോദരന്മാരെ, നമുക്ക് ഇന്ന മഅയ റബ്ബി എന്ന് പറയാവുന്ന ഒരന്തരീക്ഷത്തിലേക്ക് നില്ലാതെ
മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പന നടപ്പാക്കുകയായിരുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം. അള്ളാഹുവിന്റെ കൽപ്പന നടപ്പാക്കുന്നവരാണ് നാമെങ്കിൽ നമ്മുടെ മുമ്പിൽ പോംവഴികൾ വരും, തുറസ്സുകൾ വരും. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവരാണ് നാമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ നടപ്പാക്കുന്നതിന് വിമുഖത കാണിക്കുന്നവരാണ് നാമെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു പോംവഴിയും വരില്ല, ഒരു കടലും പിളരൂല. നമ്മൾ എന്നും പ്രതിസന്ധികളിലായിരിക്കും. എന്താണ് നമ്മുടെ അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നാം സ്കിപ്പ് ചെയ്ത് പോവുകയാണ്, അല്ലേ? അള്ളാഹുവുമായി ഉണ്ടാക്കേണ്ട അള്ളാഹുവും അടിമകളും തമ്മിൽ ഉണ്ടാകേണ്ട പരസ്പര ബന്ധത്തിന്റെ ചേർക്കലാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. എന്താണ് സ്വലാത്തിന്റെ അവസ്ഥ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്കിപ്പ് ചെയ്യുന്നത് ഏതാ? നിസ്കാരല്ലേ? എന്നിട്ട് നമ്മൾ പറയാണ് നമ്മൾ പ്രതിസന്ധികളിലാണ്. നിങ്ങൾ ആലോചിച്ചു, മുസ്ലിങ്ങൾ പരസ്പരം മുസ്ലിങ്ങൾ അന്യായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾ അല്ലാത്തവരോടല്ല അന്യായം ചെയ്യുന്നത്, മുസ്ലിങ്ങൾ പരസ്പരം അന്യായം ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്റെ നഫ്സ് കൊണ്ട്, എന്റെ മനസ്സുകൊണ്ട്, എന്റെ ചിന്ത കൊണ്ട്, എന്റെ സമ്പത്ത് കൊണ്ട്, എന്റെ സ്വാധീനം കൊണ്ട്, എന്റെ കൈ കൊണ്ട് എത്ര നന്മ ഞാൻ മുസ്ലിമിനെതിരെ ചെയ്തു. എന്നിട്ട് നമ്മൾ പറയണെന്ത്? ഒരു പോംവഴിയും കിട്ടുന്നില്ല എന്ന്. നമ്മളുള്ളത് അള്ളാഹുവിനെ അനുസരിക്കുന്ന മാർഗത്തിലല്ല, ധിക്കരിക്കുന്ന മാർഗത്തിലാണ്, അല്ലേ? സാമ്പത്തിക രംഗത്ത് അള്ളാഹു കൃത്യമായി പറഞ്ഞു, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്ത് വളരാനുള്ള വഴി കച്ചവടമാണ്, പലിശയല്ല എന്ന് പറഞ്ഞു. എന്നിട്ടും മുസ്ലിങ്ങൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ എന്റെ പണം അധ്വാനമില്ലാതെ വളർത്താൻ കഴിയും. എല്ലാവരും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്, ഞാനും ഫിക്സഡ് ഡെപ്പോസിറ്റ്. എന്നിട്ട് നമ്മൾ പറയാണ് ഒരു പോംവഴി നമുക്ക് കിട്ടുന്നില്ല എന്ന്. മുസ്ലിം സമൂഹം അറിഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് അന്യായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ സമൂഹം അറിയാത്തതായിരിക്കും, രഹസ്യമായതായിരിക്കും, ആയിരിക്കുകയില്ല. ഞാൻ എന്നെ കുറിച്ചാട്ടോ പറയുന്നത്. എന്നിട്ട് നമ്മൾ പറയുകയാണ് നമുക്കൊരു പോംവഴിയില്ല. അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും. നിങ്ങൾക്ക് വല്ല മുസീബത്തും വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കൈകളെ കൊണ്ട് നിങ്ങളുണ്ടാക്കി. നമ്മുടെ കൈകൾ ശുദ്ധമല്ല. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ കടലുകൾ പിളരാത്തത്. മൂന്നാമതായി മൂസാ അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അള്ളാഹുവിനോട് സഹായം ആവശ്യപ്പെടുന്നതിന് അവർക്ക് ന്യായമുണ്ടായിരുന്നു. മൂസാ അലൈഹിസ്സലാമിന് ന്യായമുണ്ടായിരുന്നു. സഹായം ആവശ്യപ്പെടാവുന്ന യോഗ്യതയിലായിരുന്നു മൂസാ അലൈഹിസ്സലാം. വല്ലാഹി, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ, ഞാൻ അള്ളാഹുവിനോട് ചോദിക്കാൻ അവകാശമുള്ളവനാണ് ഇപ്പോൾ എന്ന്? അഥവാ ചോദിക്കുന്നതിന് മുമ്പ് നാം നമ്മളെ ഒന്ന് പരിശോധിക്കണം. നമ്മുടെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈമാനുണ്ടോ? പർവ്വതം കണക്കെ ശക്തമായി ഉണ്ടാകേണ്ട ഈമാൻ. ആ ഈമാൻ ഉണ്ടെങ്കിലേ നമ്മുടെ മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടുകയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, കരയിലുള്ള വാതിലുകൾ തുറന്നില്ലെങ്കിൽ കടലിലുള്ള വാതിലുകൾ തുറക്കും. കടലിലുള്ള വാതിലുകൾ തുറന്നില്ലെങ്കിൽ ആകാശത്തുള്ള വാതിലുകൾ തുറക്കും. എപ്പോ? തുറക്കാനുള്ള യോഗ്യത എനിക്കുണ്ടാകണം. ആ യോഗ്യതയാണ് മൂസാ അലൈഹിസ്സലാം നേടിയെടുത്തിരിക്കുന്നത്. അല്ലാഹു പറഞ്ഞത് അങ്ങനെയാണ്, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ ഒരുക്കമുണ്ടോ എങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ഒരിക്കലും പതറുകയില്ല, നിങ്ങളെ അള്ളാഹു പിടിച്ചു നിർത്തും. യുസബ്ബിത് അഖ്ദാമക്കും. ചരിത്രം അതാണ്. നമ്മളൊറ്റ ചോദ്യം ചോദിക്കണുള്ളൂ, എന്തുകൊണ്ട് നമുക്ക് സഹായം കിട്ടുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നില്ല? നമ്മൾ ചോദിക്കുന്നില്ല. നമ്മളോട് നമ്മൾ ചോദിക്കണം,
എനിക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടാവുന്ന, എന്റെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ ഒരു പോംവഴി ഉണ്ടാകാവുന്ന ഒരന്തരീക്ഷത്തിലാണോ ഞാനുള്ളത്? അത് കിട്ടാവുന്ന വല്ല ക്വാളിറ്റിയും എന്റെ ജീവിതത്തിലുണ്ടോ? നമ്മൾ ആലോചിക്കണം. നാലാമതായി, ആ കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കഥ പറയുമ്പോ മുഹറമിലെ നോമ്പനുഷ്ഠിച്ചപ്പോ നമ്മൾ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, എപ്പോഴാണ് ആ കടൽ പിളർന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മൂസാ നബി അവിടെ വരുന്നതിന് മുമ്പ് കടൽ പിളർന്നിരുന്നു? ഇല്ലല്ലോ. കടൽ പിളരുമെന്ന് മൂസാ നബിക്ക് വഹി കിട്ടിയിരുന്നു? ഇല്ലല്ലോ. കടൽ പിളർന്നത് ലാസ്റ്റ് മൊമെന്റിലാണ്, അവസാന നിമിഷം. അവസാന നിമിഷവും അള്ളാഹു നോക്കി. എങ്ങോട്ട് മൂസയുടെ ഹൃദയത്തിലേക്ക്. മൂസ പറഞ്ഞത് സത്യം തന്നെയാണോ? റബ്ബന നമ്മൾ വിളിക്കാറുണ്ട്, പക്ഷെ സത്യമാണോ നമ്മൾ വിളിക്കുന്നത്? നമുക്ക് അള്ളാഹു അല്ലാത്ത ഒരുപാട് റബ്ബുകളില്ലേ? അല്ലേ? നമ്മൾ പറയലുണ്ട് റബ്ബന അലൈക തവക്കൽന. നമ്മൾ പറയാറുണ്ട് ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ നെഞ്ചത്തൊന്ന് കൈവച്ച് ചോദിച്ചു നോക്കാണോ ആ പറയുന്നത് ശരിയാണോ? നമ്മളറിയണം, മൂസാ നബി ഈജിപ്തിന്റെ ഒരു തലക്കലുള്ളപ്പോഴല്ല കടൽ പിളർന്നത്. മൂസാ നബി അള്ളാഹു പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ വഴിയുടെ പകുതി എത്തിയപ്പോഴല്ല കടൽ പിളർന്നത്. മറിച്ച് കടൽ പിളർന്നത് മാനുഷികമായ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് മൂസയുടെ മുമ്പിൽ, മൂസയുടെയും വിശ്വസിച്ച അനുയായികളുടെയും മുമ്പിൽ ഒരു വഴിയുമില്ല എന്നുറപ്പായ ഘട്ടത്തിലാ കടൽ പിളർന്നതല്ലേ? എന്തിനറിയോ? നമ്മളറിയാൻ, ആ സമൂഹമല്ല, നമ്മളറിയാൻ എന്ത്? അള്ളാഹുവിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ആശ്വാസം കിട്ടൂ. ഞാൻ നേരത്തെ പറഞ്ഞ പാർട്ടികളിൽ നിന്നോ, കൊടികളിൽ നിന്നോ, മനുഷ്യരിൽ നിന്നോ, കോടതികളിൽ നിന്നോ, നിയമങ്ങളിൽ നിന്നോ ആശ്വാസം കിട്ടുമെന്ന അന്ധവിശ്വാസം നമ്മൾ ഒഴിവാക്കണം. ഇന്ന് ഈ കഥ പറഞ്ഞിട്ട് നമ്മളൊക്കെ വിചാരിക്കണം എന്തോ ഒരു ഭയങ്കര സംഭവം മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന, എന്തോ ഒരു അമാനുഷിക സംഭവം. ഈ അമാനുഷിക സംഭവം, അമാനുഷികമായ ഒരു സംഭവം, അത്യത്ഭുതകരമായ ഒരു സംഭവം ഈ ഉമ്മത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ അതിനു മുമ്പ് ചില കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ പൂർത്തിയാക്കുന്നതിന്റെ കാര്യങ്ങളുടെ പേരാണ് ഇബ്തിലാ എന്ന്. ആ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാതെ ഒരു കടലും പിളരൂല. നമ്മൾ അറിയണം, സബർ അള്ളാഹു പരിശോധിക്കാതെ ഒരാശ്വാസവും അള്ളാഹു നൽകുകയില്ല. അത് നമ്മളെ കാര്യമല്ല. ഖുർആൻ ഒരുപാട് കഥ പറഞ്ഞിട്ടൊരു വാചകം പറയുന്നുണ്ട്, ഹത്താ ഇദസ്തൈഅസ റുസുൽ വദന്നു അന്നഹും ഖദ് കുദിബു ജാഅഹും നസ്റുനാ. അപ്പോഴേ വരൂ. ഹത്താ ഇദസ്തൈഅസ റുസുൽ, പ്രവാചകന്മാർക്കൊക്കെ നിരാശ വന്നു. നമ്മക്കല്ല, അമ്പിയാക്കന്മാർ ഇനി എപ്പോഴാ കിട്ടുകയെന്ന് ചോദിച്ചില്ലേ സഹാബത്ത് നബിയോട്? എപ്പോഴാ മത്താ നസ്റുല്ലാ ചോദിച്ചില്ലേ? ചോദിച്ചില്ലേ? ഭയങ്കര അത്ഭുതമല്ലേ? പക്ഷെ അള്ളാഹു തആല ഉടനെ മറുപടി നബിയുടെ നാവിലൂടെ പറഞ്ഞു, അല ഇന്ന നസ്റല്ലാഹി ഖരീബ്. പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഹത്താ ഇദസ്തൈഅസ റുസുൽ വദന്നു അന്നഹും ഖദ് കുദിബു. ഈ പ്രവാചകന്മാർ ധരിച്ചുപോയി, ഒരു രക്ഷയുമില്ല, അവരൊക്കെ തള്ളപ്പെട്ടു, കളവാക്കപ്പെട്ടു, ഒരു രക്ഷയുമില്ല എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോ ജാഅഹും നസ്റുനാ. നമ്മളറിയണം, നമ്മളും ആ കടലിന്റെ തീരത്തെത്തിയാൽ നമ്മുടെ കടലും പിളരും. നമ്മൾ എത്തുന്നില്ല. എത്തുന്നതിന്റെ കിലോമീറ്ററുകൾക്കുപ്പുറം വെച്ചാണ് നമ്മൾ മീറ്റിംഗ് കൂടുന്നത്. എന്താ വഴി? നമ്മൾ വിചാരിച്ച നമ്മളെ മീറ്റിംഗ് കൊണ്ട് എന്താവും? കടല് പിളരുന്നു, പ്രശ്നം പരിഹരിക്കുന്നു. നോ, നമ്മളല്ല സൂര്യനെ ചലിപ്പിക്കുന്നത്, നമ്മളല്ല ഭൂമിയെ തിരിക്കുന്നത്. നമ്മളതറിയണം. ആ റബ്ബിനെ നമ്മൾ കണ്ടേ തീരൂ.
ആ റബ്ബിനെ കാണുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണും. അഞ്ചാമതായി ആ ചരിത്രം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഒരു കഥ, അല്ലെങ്കിൽ നമ്മൾ കാണേണ്ട ഒരു കഥ. മൂസാ നബിയുടെ കൂടെ നമ്മളല്ലല്ലോ ഉണ്ടായിരുന്നത്. മൂസാ നബിയുടെ കൂടെ ഒരു കൂട്ടം വിശ്വാസികൾ ഉണ്ടായിരുന്നു. ബനൂ ഇസ്രായേലിന് ഒരുപാട് കുറ്റമുണ്ട്, ഇതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് മൂസാ അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഉണ്ടായിരുന്നവർ അവര് ത്യാഗം ചെയ്യാൻ തയ്യാറുള്ള വിശ്വസ്തരായ മനുഷ്യരായി. അതാണ് വിഷയം. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, നമുക്ക് പവർ കിട്ടുക, നമുക്ക് എനർജി കിട്ടുക, നമുക്ക് ആശ്വാസം കിട്ടുക, നമുക്കൊരു പോംവഴി ഉണ്ടാവുക നമ്മുടെ ശക്തി കൊണ്ടല്ല. ഒരാൾക്കൂട്ടത്തിന് ഒരു ശക്തിയുമില്ല. ആ ആൾക്കൂട്ടം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പർവ്വത സമാനമായ ഈമാനിന്റെ ഉടമകളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാം അത്ഭുതം. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം, മുസ്ലിമിന്റെ ചരിത്രം. മുസ്ലിം പഠിക്കേണ്ട ചരിത്രം അതാണ്. അള്ളാഹു പറഞ്ഞില്ലേ അങ്ങനെ ഒരു ചരിത്രത്തെ കുറിച്ച്, മിനൽ മുഅ്മിനീന റിജാലുൻ, വല്ലാത്ത വാക്കാ, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ ആഹദുല്ലാഹ അലൈഹി. അവർക്ക് അത്ഭുതം ഉണ്ടാവും, അവർക്ക് ആശ്വാസം കിട്ടും. മുഅ്മിനുകളുടെ കൂട്ടത്തിൽ ചില ആണുങ്ങളുണ്ട്, സദഖു, അവർ സത്യസന്ധരായിരുന്നു. എന്ത് വിഷയത്തിൽ? മാ ആഹദുല്ലാഹ അലൈഹി, അള്ളാഹുവിനോട് അവർ ഏർപ്പെട്ട കരാറുകളിൽ അവർ സത്യസന്ധരായി. അഥവാ അവരാരായിരുന്നു? അവർ സാദിഖുകളായിരുന്നു. ഇന്നുമ്മത്തിനാവശ്യം ആ സാദിഖുകളായിരുന്നു. സാദിഖുകൾ ഉണ്ടാകണം. സാദിഖ് എന്ന് പേരിട്ടവരെ അല്ല വേണ്ടത്. അള്ളാഹു പരിശോധിക്കും നമ്മുടെ സിദ്ഖിനെ, നമ്മുടെ സത്യസന്ധതയെ അള്ളാഹു പരിശോധിക്കും. നമുക്ക് നോക്കൂ, ഞാൻ വളരെ കൃത്യമായി പറയുകയാണ്, സാദിഖുകളായ മനുഷ്യരുണ്ടാകണം, സാദിഖുകൾ ആയ പ്രബോധകന്മാരുണ്ടാകണം, റബ്ബാനീയങ്ങളായ ഉലമാകൾ ഉണ്ടാകണം, സാദിഖുകളായ റബ്ബുമായി ബന്ധമുള്ള ഉലമാക്കൻ പണ്ഡിതന്മാരുണ്ടാകണം, മുസ്തഖീം ഇസ്തിഖാമത്തുള്ള യുവത്വമുണ്ടാകണം. അങ്ങനെ ഈമാനുള്ള കുടുംബങ്ങളുണ്ടാകണം. ആ കുടുംബത്തിൽ നിങ്ങൾ അത്ഭുതം കാണും, ആ കുടുംബത്തിൽ അത്ഭുതം കാണും, ആ സമൂഹത്തിൽ അത്ഭുതം കാണും. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് അവിടെ കണ്ടത്, ആ തീരത്ത് കണ്ടത്, ആ കടൽ തീരത്ത് കണ്ടത്. എന്തെങ്കിലും മാജിക് സ്റ്റിക്ക് കൊണ്ടല്ലല്ലോ മൂസ അടിച്ചത്, ആണോ? അല്ലല്ലോ. നമ്മളെ മജീഷ്യന്മാർ കൊണ്ടെടുക്കുന്ന ഒരു സ്റ്റിക്കായിരുന്നില്ല മൂസ അലൈഹി ഇസ്ലാമിന്റെ കയ്യിലുണ്ടായത്, അത് അള്ളാഹു കൊടുത്തതാണ്. നമ്മളറിയണം സഹോദരന്മാരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോ, അതാണ് അവസാനത്തെ പാഠം. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഈമാനില്ലാതെ കടൽ പിണരൂല. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഈമാൻ എന്തായിരുന്നു? ഖല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. പ്രതിസന്ധികളുടെ മുമ്പിൽ അത് പറയാനുള്ള, അത് വാക്കുകൊണ്ടല്ല, നാക്കുകൊണ്ടല്ല, നമ്മുടെ ഹൃദയം കൊണ്ട് അത് പറയാനുള്ള ഈമാൻ ഉണ്ടെങ്കിൽ, ഈമാൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കടൽ പിളരും. അല്ലെങ്കിൽ ഒരു കടലും പിളരൂല എന്ന് മാത്രമല്ല, ആ കടലിന്റെ കരയിൽ നമ്മൾ പട്ടിണി കിടന്ന് ചത്തുപോകേണ്ടി വരും. അതാ നമ്മളറിയണം. നമ്മളൊക്കെ മനുഷ്യരാണ് സഹോദരൻ, മനുഷ്യരാണ്. മനുഷ്യർക്ക് തെറ്റുപറ്റും. പക്ഷേ തെറ്റുപറ്റിയാൽ മടങ്ങാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് തൗബയില്ലാതെ അള്ളാന്റെ സഹായം കിട്ടൂല. എവിടെ നിങ്ങൾ ആലോചിച്ചു, ഇസ്തിഗ്ഫാറും ഇല്ലാതെ ഒരിക്കലും അള്ളാഹുവിന്റെ സഹായം അല്ല, ദുനിയാവിൽ പോലും ഒന്നും കിട്ടൂല. ഇസ്തിഗ്ഫാറാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ പവറിന്റെയും സോഴ്സ്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇസ്തിഖാമത്തില്ലാതെ, ഇസ്തിഗ്ഫാർ കഴിഞ്ഞാൽ അടുത്തത് ഇസ്തിഖാമത്താണ്. ഇസ്തിഖാമത്തില്ലാതെ ഒരിക്കലും നമുക്ക് ഒരു തുറസ് കടന്നു വരികയില്ല. ഇസ്തിഖാമത്ത് ഉണ്ടാകണം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു.
റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടൂല. സുമ്മസ്തഖാമു, അപ്പൊ പോകാൻ വഴിയുണ്ടാവും. ഇസ്തിഖാമത്തുള്ള, ഞാൻ ജീവിക്കുന്നത് അള്ളാഹു എന്നോട് കൽപ്പിച്ച, റസൂൽ എന്നെ പഠിപ്പിച്ച രീതിയിലാണ് എന്ന ബോധത്തിന്റെ പേരാണ് ഇസ്തിഖാമത്ത്. മൂന്നാമത്തേത് ഇസ്തിഗ്ഫാറും ഇസ്തിഖാമത്തും ഉണ്ടെങ്കിൽ മൂന്നാമത് നമുക്കുണ്ടാകേണ്ടത് സബറാണ്. സബറില്ലാതെ ആശ്വാസം കിട്ടില്ല. അള്ളാഹ് നോക്കുന്നത് അതിലേക്കാണ്. നമ്മൾ അസ്വസ്ഥമാകുന്നുണ്ടോ? നമ്മൾ ബേജാറാകുന്നുണ്ടോ? നമ്മൾ അസ്വസ്ഥമായാൽ, നമ്മുടെ ബേജാറായാൽ ആശ്വാസം ഉണ്ടാവില്ല. ഒരു പോംവഴി നമ്മുടെ മുമ്പിൽ വരില്ല. അത് വ്യക്തിപരമായ വിഷയങ്ങളിലായാലും കുടുംബപരമായ വിഷയങ്ങളിലായാലും സമൂഹത്തിന്റെ വിഷയത്തിലായാലും ഒക്കെ. ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചോ, തൗബയിലൂടെ, ഇസ്തിഖാമത്തിലൂടെ, സബറിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ അള്ളാഹു നൽകുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റിന്റെ പേരാണ് യഖീൻ. ആ യഖീൻ കൊണ്ടേ അത്ഭുതം സംഭവിക്കും. യഖീൻ, എനിക്കുറപ്പുണ്ട്, ഞാൻ ചോദിച്ചാൽ എനിക്ക് അള്ളാഹു തരും. ഞാൻ അള്ളാഹുവിനോട് അപേക്ഷിച്ചാൽ എന്റെ പ്രശ്നം അള്ളാഹു തീർക്കും. എന്റെ പേരാണ് യഖീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വാചകമുണ്ട്. ഒരു സദസ്സിലിരിക്കുമ്പോൾ റസൂലുള്ള സഹാബികളെ ഇങ്ങനെ കാണുക. റസൂലിന് ഭയങ്കര ഇഷ്ടമാണ് സഹാബികളെ കാണുക. തിരിച്ചവർക്കും ഇഷ്ടമായിരുന്നു. അവർക്കും റസൂലിനെ കാണുന്നത് ഇഷ്ടമായിരുന്നു. അവരിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. നമ്മളിപ്പോ ഇങ്ങനെ നോക്കിയിരിക്കുന്നില്ല. അതേമാതിരി പരസ്പരം നോക്കിയിരിക്കും. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു സംഗതി? വിശ്വാസികൾ എവിടെയെങ്കിലും പരസ്പരം നോക്കിയിരുന്നിട്ടുണ്ടോ? നമ്മളെ നോക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ ഇണകളിലേക്ക് നോക്കിയിരുന്നിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ കുറെ മാഗസിനിലും കുറെ സ്ക്രീനിലൊക്കെ കാണുന്ന പല ചിത്രങ്ങളിലേക്കും കുറെ സമയം നോക്കിയിരുന്നിട്ടില്ലേ? ഒരു മുഅ്മിനിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കിയിരുന്നിട്ടുണ്ടോ കുറച്ചു നേരമെങ്കിലും? ഇല്ലല്ലോ. നമുക്ക് തോന്നുന്നു നോക്കിയിരിക്കാൻ? അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയായിരുന്നു, നോക്കിയിരിക്കുമായിരുന്നു. റസൂലിനെ അവരും നോക്കിയിരിക്കുമായിരുന്നു. എന്തായിരുന്നു ആ നോട്ടത്തിന്റെ അടിസ്ഥാനം? നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? നമ്മൾ അറിയണം സഹോദരന്മാരെ, നമ്മൾ അങ്ങനെ ആകേണ്ടവരാണ്. നമ്മൾ അറിയണം. നമ്മൾ വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല. എന്തേ നമ്മുടെ പ്രശ്നം പരിഹരിക്കാത്തെന്ന് ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. നമ്മുടെ ഈമാൻ ഭദ്രമല്ല. ഭദ്രമാക്കണം. തൗബയിലൂടെ, ഇസ്തിഖാമത്തിലൂടെ, സബറിലൂടെ യഖീനിലെത്തണം. ആ യഖീനിലെത്തിയാൽ, ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ നേരം നോക്കിയിരുന്നിട്ട് ഒരു വാചകം പറഞ്ഞു. ആ വാചകം ചെറിയ മക്ക, അത് വിശദീകരിച്ചാൽ ഭയങ്കര വലുത്. അദ്ദേഹം പറഞ്ഞു, ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. സഹാബത്തിന് മനസ്സിലായില്ല എന്താ പറഞ്ഞു. അത്രയും ഷോർട്ടാണ് ആ വാക്കുകൾ. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. എന്റെ മുമ്പിലിരിക്കുന്ന ഈ സമൂഹം അള്ളാഹുവിന്റെ പേരിൽ ഒരു കാര്യം സത്യം ചെയ്തു പറഞ്ഞാൽ അള്ളാഹു ആ കാര്യം അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. എന്റെ പേരാണെന്ത്? യഖീൻ. എന്റെ മുമ്പിലിരിക്കുന്ന ഈ സമൂഹം അള്ളാഹുവിന്റെ പേരിൽ ഒരു കാര്യം സത്യം ചെയ്തു പറഞ്ഞാൽ ആ കാര്യം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുക തന്നെ ചെയ്യും. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. ഇതിന്റെ പേരായ യഖീൻ. സഹാബത്ത് പറഞ്ഞിരുന്നു, ഒരു ഹജ്ജ് കാലത്ത് ഞങ്ങള് അള്ളാഹുവിനോട് ചോദിച്ച കാര്യം ഞങ്ങൾക്ക് കിട്ടാൻ അടുത്ത ഹജ്ജ് കാലം വരെ ചിലപ്പോൾ ഞങ്ങൾ കാത്തിരിക്കാറുണ്ട്. കാത്തിരിക്കാൻ അവർക്ക് സബറുണ്ടായിരുന്നു. ആ സബറിലേക്ക് അവരെ എത്തിച്ചത് ഈ യഖീനാണ്. നമ്മൾ അറിയണം, നമ്മൾ മാറിയേ തീരൂ. ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് ഒരായത്തിനെ വിശദീകരിക്കുന്നുണ്ട്. മനോഹരമായൊരു വിശദീകരണം. ആയത്ത് നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമ്മുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് നോക്ക്.
നമ്മളെ മാറ്റാതെ അള്ളാഹു നമ്മളെ മാറ്റുമോ? ഇല്ല, ഇല്ല. നമ്മളറിയണം സഹോദരന്മാരെ, നമ്മളറിയണം ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ട്. പക്ഷേ ആ മാർഗം എവിടെ നിന്നാ തുറക്കപ്പെടേണ്ടത്? നമ്മളൊക്കെ വിചാരിക്കുന്നത് പ്രശ്നം പുറത്താണാ. അല്ല, പ്രശ്നം ഉള്ളിലാ, അകത്താ. എന്റെയും നിങ്ങളുടെയും അകത്താണ് പ്രശ്നം, പുറത്തല്ല. പുറത്തുള്ള നിങ്ങൾ വിട്, അത് നമ്മുടെ വിഷയമല്ല, അതല്ല നോക്കിക്കൊള്ളൂ. നമ്മുടെ അകത്താണ് പ്രശ്നം, അകത്താണ് പ്രശ്നം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിനാ. നമ്മുടെ അകത്തുള്ളതിനെ നാം മാറ്റുമോ എങ്കിൽ അല്ലാഹു നമ്മളെ മാറ്റും. നമ്മളകത്തുള്ളതിനെ നാം മാറ്റണം. നമ്മളകത്തുള്ള നമ്മുടെ അഖീദയെ നമ്മൾ ശുദ്ധമാക്കണം. നമ്മുടെ സ്വലാത്തിനെ നാം ശുദ്ധമാക്കണം. നമ്മുടെ മക്കളെ നാം ശുദ്ധമാക്കണം. വായിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആനിനെ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ചു നിൽക്കണം, സബറോടുകൂടി സബാത്തോടുകൂടി നിൽക്കണം. എങ്കിൽ രക്ഷപ്പെടും. അതാണ് യഥാർത്ഥത്തിൽ. നോക്കൂ, നമ്മളറിയണം. ഞാൻ വീണ്ടും പറയുകയാണ്, മൂസാ അലൈഹിസ്സലാം ആ സമുദ്രത്തിന്റെ മുമ്പിൽ പോയി നിന്ന് അദ്ദേഹം കണ്ടത് സമുദ്രത്തെയല്ല. അല്ല, അള്ളാഹ് നമുക്ക് പറഞ്ഞു തന്ന അവിടെ സമുദ്രമുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടില്ല. മൂസാ അലൈഹിസ്സലാം കണ്ടത് റബ്ബിനെയായിരുന്നു. റബ്ബിനെ കണ്ടപ്പോ അദ്ദേഹം സമുദ്രത്തിലൂടെ ഉള്ള വഴി കണ്ടു. നമ്മൾ കാണുക സമുദ്രത്തെയാണ്, ആരെയല്ല, റബ്ബിനെയല്ല. അതാണ് നമ്മുടെ പ്രശ്നം. അതെല്ലായിടത്തും അതാണ് പ്രശ്നം. എല്ലായിടത്തും അതാണ് പ്രശ്നം. നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ല, നമ്മൾ പ്രശ്നങ്ങളെ കാണുന്നു, പ്രതിസന്ധികളെ കാണുന്നു. പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും കാണുന്നതിന് പകരം നമ്മുടെ മുമ്പിൽ നമ്മൾ അള്ളാഹുവിനെ കാണണം. അപ്പൊ നിന്റെ മുമ്പിൽ അള്ളാഹു വരും. അള്ളാഹു മാർഗം സൃഷ്ടിക്കും, അള്ളാഹു പോംവഴി സൃഷ്ടിക്കും, അള്ളാഹു പരിഹാരം കാണിച്ചു തരും. കാരണം അള്ളാഹു പറഞ്ഞതാ, എന്നോടല്ല, റസൂലുള്ളാഹിന്റെ ജീവിതം പച്ചയായി പറഞ്ഞിട്ട് റസൂലിനോട് പഠിപ്പിച്ച ഒരു സൂത്രവാക്യമുണ്ട്. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം. എന്നോടും നിങ്ങളോടും പറഞ്ഞാല് ആരോടാ പറഞ്ഞു? അലം നശ്റഹ് ലക സദ്റക് വവദഅന അൻക വിസ്റക് അല്ലദീ അൻഖദ ദഹ്റക്. എന്ന് പറഞ്ഞ ആരാന്നറിയോ? നബിയാ. അന്നത്തെ ആദ്യമത്തെ സംബോധന നബിയാണ്. നമുക്ക് അവസാനിപ്പിക്കാം. 5-6 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഈ കാര്യങ്ങൾ മുമ്പിൽ വെച്ച് നമ്മൾ ചിന്തിക്കണം. മുസ്ലിം ലോകത്ത് ജീവിച്ച ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു, മുഹമ്മദ് അൽ ഖസ്സാലി റഹിമഹുല്ലാഹ്. അദ്ദേഹം ഈ സംഗതികളൊക്കെ അനാവരണം ചെയ്ത ശേഷം പറഞ്ഞ ഒരു വാചകമുണ്ട്. ഇന്നൽ ബഹ്റ ലാ യൻഷഖു ലിമുജറദി വുജൂദിൽ ഖതർ ഇന്നമാ യൻഷഖു ഇൻദമാ യതഹഖഖ്. അദ്ദേഹം പറയുകയാണ്, ഒരിക്കലും പ്രതിസന്ധികളുണ്ട് എന്നതുകൊണ്ട് കടൽ വിളരൂല. ഞാൻ മുസ്ലിം ഉമ്മത്തിലെ അംഗമാണ്, എനിക്ക് പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞാൽ കടൽ വിളരൂ ഇല്ല. ഇന്നമായ ഷക്കു, പിന്നെ എപ്പോ പിളരും? ഇൻദമായ തഹഖഖു. അദ്ദേഹം പറഞ്ഞു, എണ്ണി പറഞ്ഞു. ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇതാ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെങ്കിൽ, 1 സിദ്ഖുൽ ഈമാൻ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. സിദ്ഖുൽ ഈമാൻ, നമ്മുടെ ഈമാൻ സത്യസന്ധമാണോ പരിശോധിച്ച് നോക്കിയല്ലോ. 2 ഖുവ്വത്തുൽ യഖീൻ. നമുക്ക് യഖീനുണ്ടോ? യഖീന് പവറുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ,
റസൂലുള്ളാന്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന മനുഷ്യരുടെ മുഖത്ത് നോക്കി റസൂൽ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അത് ആ മുഖത്ത് നിന്ന് റസൂല വായിച്ചെടുത്തതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഖുവ്വത്തുൽ യഖീൻ. അത്ര ഉറപ്പായിരുന്നു. മൂന്നാമത്തേത് കമാലു തവക്കുൽ. തവക്കുലിന്റെ പരിപൂർണത. അതാണ് കല്ല എന്ന് പറഞ്ഞ വാക്കിലുള്ളത്. കല്ല എന്ന് പറഞ്ഞില്ലേ, തവക്കുൽ. ഒരിക്കലും സംഭവിക്കില്ല എന്ന് നമ്മൾ ചിലപ്പോൾ പറയാറില്ല. എപ്പോഴാ? അത്രമാത്രം നമുക്ക് നാം കണ്ട പരിഹാരത്തിൽ ഉറപ്പുള്ളപ്പോഴാണ്. പക്ഷെ മൂസാ നബി കണ്ട പരിഹാരം റബ്ബായിരുന്നു. കല്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നാലാമത്തേത് അസ്സബ്റു അലൽ ഇബ്തിലാ. പരീക്ഷണങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. അവിടെ പ്രതിസന്ധികളെ, പരീക്ഷണങ്ങളെ നേരിടേണ്ടത് സബ്ർ കൊണ്ടായിരിക്കണം, കലക്ക് കൊണ്ടാകരുത്. സബ്റിന്റെ ഓപ്പോസിറ്റ് ഇവിടെ അതാണ്. അസ്വസ്ഥമായിട്ടല്ല, ശാന്തമായിട്ട്. സബ്ർ ശാന്തതയാണ്. അതാണ് അസ്സബ്റു അലൽ ഇബ്തിലാ. അഞ്ചാമത്തേത് അൽ അഖ്ദു ബിൽ അസ്ബാബ്. അള്ളാഹു നിശ്ചയിച്ച സബബുകളൊക്കെ നമ്മൾ സ്വീകരിക്കണം. സബബുകൾ വേണ്ടെന്നല്ല പറഞ്ഞത്. സബബുകളെ നമ്മൾ ആസ്പദമാക്കരുത്. അള്ളാഹു പ്രതിസന്ധികൾ തീരാൻ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞ പാർട്ടിയും വോട്ടും സംഘടനയും തെരഞ്ഞെടുപ്പും ഒക്കെ സ്വീകരിച്ചു. പക്ഷെ അതിനാസ്പദമാക്കരുത്. ആസ്പദമാക്കേണ്ടത് അള്ളാഹുവിനായിരിക്കണം എന്നത്. ഏറ്റവും അവസാനമായി അല്ലെങ്കിൽ സത്യസന്ധമായി അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം. ഇത് നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും മുമ്പിൽ ഒരു പോംവഴി കാണിച്ചു തരും. കമാ സനഅ ലി മൂസാ അലൈഹിസ്സലാം. മൂസാ നബിക്ക് ഉണ്ടാക്കി കൊടുത്തതുപോലെയുള്ള ഒരു മാർഗം നമ്മുടെ പ്രതിസന്ധിയുടെ മുമ്പിലും കാണും. ആരും വിചാരിക്കണം അള്ളാഹ്ക്ക് നമ്മുടെ പ്രതിസന്ധിയിൽ ആഴ്ത്തി നശിപ്പിച്ച് കളയാൻ ഒരു പൂതിയില്ല. റഹ്മാനായ റഹീമായ വദൂദായ റബ്ബ് ചെയ്യൂല. എന്തായിരുന്നാലും നമ്മുടെ മുമ്പിൽ ഒരു വഴിയുണ്ടാകും. അതൊരു പക്ഷേ സമുദ്രം പിളർന്നിട്ടായിക്കൊള്ളണമെന്നില്ല, മറ്റേതെങ്കിലും വഴിയിലൂടെ ആകാം. നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. നമ്മുടെ ഉള്ളിൽ ഒരിക്കലും വിഭാവനം ചെയ്യാൻ പറ്റാത്ത മാർഗത്തിലൂടെ അള്ളാഹു നമുക്ക് പൊംവഴി തരും. പക്ഷെ നമ്മൾ ഈ 6 കാര്യങ്ങൾ പൂർത്തീകരിക്കണം. അത് പൂർത്തീകരിച്ചതാണ് മൂസാ അലൈഹിസ്സലാമിന്റെ മുമ്പിൽ നമ്മൾ കണ്ടത്. നമ്മൾ അറിയണം, സൂറത്തു ഖസസിലാണ് ഈ കഥ പറയുന്നത്. അതിന്റെ തൊട്ട് മുമ്പുള്ള സൂറത്തുണ്ട്, നംല് എന്നാണ് എൻ്റെ പേര്. സൂറത്തു നംല്. നിങ്ങൾക്കറിയോ, ആ നംല് അവസാനിക്കുന്ന ഒരു വാചകമുണ്ട്. നമ്മളെല്ലാവരും മുസ്തഹബ് എടുത്ത് നോക്കണം വീട്ടിൽ ചെന്നിട്ട്. സൂറത്തു നംലിലെ അവസാനത്തെ വാക്കുണ്ട്, വഖുലിൽ ഹംദുലില്ലാഹ് സയുരീകും ആയാതിഹി ഫതഅരിഫൂനഹാ വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. അത് വല്ലാത്ത ആയത്തെന്താ നിങ്ങളൊക്കെ നോക്കി പഠിച്ചോളൂ. എല്ലാം ഞാൻ തന്നെ പറയണ്ടല്ലോ. സൂറത്തു നംലിലെ അവസാനത്തെ ആയത്ത് വഖുലിൽ ഹംദുലില്ലാഹ്. അത് പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്, ഖസസിലേക്ക് വന്നത്. അത് പറഞ്ഞിട്ടാണ് ഈ കഥ മുഴുവൻ പറഞ്ഞത്. വഖുലിൽ ഹംദുലില്ലാഹ്. പറഞ്ഞോ അൽഹംദുലില്ലാഹ്. പറയാൻ ധൈര്യമുണ്ടോ? പറയാം. സയുരീകും ആയാതിഹി ഫതഅരിഫൂനഹാ. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അവന്റെ ആയത്തുകളെ, അവന്റെ ദൃഷ്ടാന്തങ്ങളെ, അവന്റെ അടയാളങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. പറഞ്ഞിട്ടാ ഇത് പറഞ്ഞത്, ഈ കഥ പറഞ്ഞത്. അത് പറഞ്ഞിട്ടാ വിശ്വാസമായില്ലേ? അപ്പൊ ഒരു വാക്കും കൂടി പറഞ്ഞു, വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ റബ്ബ് അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ ധാരണ നമ്മുടെ റബ്ബ് കാണുന്നില്ല. വാതിലടച്ചിട്ടില്ലേ, ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ലേ, ആരും അറിഞ്ഞിട്ടില്ലല്ലോ. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല
നന്നാകാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും പരിഹാരം അല്ലാഹു നമ്മുടെ മുമ്പിൽ നമുക്ക് തുറന്നു തരുമാറാകട്ടെ. പ്രയാസവും ദുരിതവും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا لا تجعلنا فتنة للذين كفروا. ربنا لا تجعلنا فتنة للذين كفروا. ربنا لا تجعلنا فتنة للذين كفروا. توفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على سيد المرسلين محمد وآله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.